സിവിൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവിഷൻ സീരീസ് 24 ആണ് ഷെയർ ചെയ്യുന്നത്. ഗ്രേഡ് 1 എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിവിഷൻ സീരീസ് നമ്മൾ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ആ ഒരു റിവിഷൻ സീരീസിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ തന്നെയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഏതാണ്? എസ്റ്റിമേഷൻ അല്ലേ? എസ്റ്റിമേഷൻ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറഞ്ഞിട്ടില്ലേ, QS എന്നാണ് നമ്മൾ മൊഡ്യൂൾസിൽ പറഞ്ഞിട്ടുള്ളത്. മൊഡ്യൂൾ 6 ആണ് നമ്മളിപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലുള്ള ഫൈനൽ ക്ലാസ് ആണെന്നും കൂടെ ഓർക്കുക. മുന്നേ നമ്മൾ 3 ക്ലാസ്സുകൾ എസ്റ്റിമേഷൻ്റെ തന്നെ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് റിവിഷൻ സീരീസ് 24 അല്ലേ, റിവിഷൻ സീരീസ് 24 നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ബാർ ബെൻഡിങ് ഷെഡ്യൂൾ. ബാർ ബെൻഡിങ് ഷെഡ്യൂളിൻ്റെ ഇമ്പോർട്ടൻ്റ് പോയിൻസും അതുപോലെ തന്നെ ഞങ്ങൾ ഏരിയ കാൽക്കുലേഷൻ്റെ കുറച്ച് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അതിൽ മിഡ് സെക്ഷൻ അതുപോലെ തന്നെ ഏരിയ കാൽക്കുലേഷൻ അല്ല, നമ്മളെ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് എർത്ത് വർക്ക് അല്ലേ. എർത്ത് വർക്കിൻ്റെ ആ ഒരു കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ മിഡ് സെക്ഷൻ അതുപോലെ തന്നെ മീൻ സെക്ഷൻ പ്രിസ്മോയ്ഡൽ ഫോർമുല എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമുലാസ് പറയുന്നുണ്ട്. അപ്പം അതും കൂടിയാണ് നമ്മൾ നോക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നമുക്ക് കവർ ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബാർ ബെൻഡിങ് ഷെഡ്യൂൾ അല്ലേ. നിങ്ങൾ സിലബസിൽ ഈ ഒരു ഏരിയാസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അവിടെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് എർത്ത് വർക്ക് കമ്പ്യൂട്ടേഷനിൽ ട്രപ്പിസോഡൽ മിഡ് സെക്ഷണൽ മീൻ സെക്ഷണൽ അല്ലെങ്കിൽ ട്രപ്പിസോഡൽ പ്രിസ്മോയിഡൽ ഫോർമുല അല്ലേ, ആ ഒരു കമ്പ്യൂട്ടേഷൻ ഫോർ എർത്ത് വർക്ക് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാർ ബെൻഡിങ് ഷെഡ്യൂളും നമ്മൾ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബാർ ബെൻഡിങ് ഷെഡ്യൂളിൻ്റെത് നോക്കാം. അപ്പോൾ നമുക്ക് ബാർ ബെൻഡിങ് ഷെഡ്യൂൾ അല്ലേ. ബാർ ബെൻഡിങ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാർ ബെൻഡിങ് ഷെഡ്യൂളിൽ നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ ഈ ഒരു ബാർസ് ബെൻഡ് ചെയ്ത് കൊടുക്കും അല്ലേ. വൺ സൈഡ് ബെൻഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ ബോത്ത് സൈഡ് ഹുക്ക് കൊടുത്തിട്ടൊക്കെ നമ്മൾ ചെയ്യും അല്ലേ. ബോത്ത് സൈഡ് ഹുക്കിടും അതുപോലെ തന്നെ വൺ സൈഡ് ഹുക്കിടുമുള്ള ബാർസൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെങ്ത് ഓഫ് ഹുക്കും അതുപോലെ തന്നെ ടോട്ടൽ ലെങ്ത് ഒക്കെയാണ് എക്സാമിന് അധികം ചോദിച്ചു തരാറ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് ലെങ്ത് ഓഫ് ഹുക്ക് അല്ലെ. ലെങ്ത് ഓഫ് ഹുക്കും അതിൽ നമുക്ക് വൺ സൈഡ് ഹുക്കിടേണ്ടത് നോക്കാം. വൺ സൈഡ് ഹുക്കിടാണ് വരുന്നതെങ്കിൽ ഹുക്കിഡ് ബാർ വൺ സൈഡാണ്, വൺ ഹുക്കാണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ വരിക? ഇതേ രീതിയിലാണ് അല്ലേ. ഇതേ രീതിയിലാണ് നമ്മൾ വൺ സൈഡ് ഹുക്കായിട്ടുള്ള ബാർസ് കൊടുക്കുന്നുണ്ടാവുക. വൺ സൈഡ് മാത്രം അല്ലേ ഹുക്ക്. അപ്പം ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇതാണ് ലെങ്ത്ത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് അതിൻ്റെ ഡയമീറ്റർ ആണ് വരിക. പിന്നെ ഈ ഒരു ലെങ്ത്ത് അല്ലേ, ഇതാണ് ഹുക്കിൻ്റെ ലെങ്ത്ത് വരുന്നത്. അത് 4D ആണ് വരിക. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ ലെങ്ത്ത് ഓഫ് ഹുക്ക് എത്രയാണ് വരിക? ലെങ്ത്ത് ഓഫ് ഹുക്ക് നോക്കുകയാണെങ്കിൽ 4D പ്ലസ് D അല്ലേ. ഇവിടെ ഒരു ഡിയുമുണ്ട്, ഇവിടെയും 4D ആണ്. അപ്പം അതാണ് ലെങ്ത് ഓഫ് ഹുക്ക് വരിക എന്നുള്ളത് നോക്കി വെക്കുക. അതുപോലെ തന്നെ ലെങ്ത് ഓഫ് വൺ ഹുക്ക്ഡ് ബാർ അല്ലേ. ലെങ്ത് ഓഫ് വൺ ഹുക്ക്ഡ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മൊത്തത്തിലുള്ള അല്ലേ, ഇത് മൊത്തത്തിലുള്ള ആ ഒരു ലെങ്ത്തിന് എങ്ങനെയാണ് എടുക്കുക? ലെങ്ത് ഓഫ് വൺ ഹുക്ക്ഡ് ബാർ ആണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക? L+9D ആയിരിക്കും ഉണ്ടാവുക. അതായത് നമ്മൾ ഈ ഒരു ബാറിൻ്റെ ലെങ്ത്ത് ഇതാണ് നമ്മൾ ലെങ്ത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഹുക്ക് അല്ലേ, ഇവിടെയാണ് ഹുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഹുക്കിൻ്റെത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. ലെങ്ത്ത് ഓഫ് ഹുക്ക് 4D+D എന്ന് പറഞ്ഞാൽ 9D ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് കാണാൻ എങ്ങനെയാണ്? ടോട്ടൽ ലെങ്ത്ത് കാണുന്ന സമയത്ത് ഇത് നമുക്ക് 9D എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് L+9D അല്ലെങ്കിൽ ലെങ്ത് ഓഫ് വൺ ഹുക്ക്ഡ് ബാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ L+9D എന്നുള്ളത് ഓർത്ത് വെക്കുക. വൺ ഹുക്ക്ഡ് ആണോ 2 ഹുക്ക്ഡ് ആണോ എക്സാമിന് ചോദിച്ചിട്ടുള്ളതെന്ന് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് തന്നെ ആൻസർ ചെയ്യണം. നമുക്ക് വൺ ഹുക്ക്ഡ് ബാറിൻ്റെ നമ്മൾ നോക്കിയില്ലേ. ഇനി 2 ഹുക്ക്ഡ് ബാറിൻ്റെ നോക്കുകയാണെങ്കിലോ 2 ഹുക്ക്ഡ് ബാർ അല്ലേ. 2 ഹുക്ക് എന്ന് പറയുന്ന സമയത്ത് 2 സൈഡ് ഹുക്ക് ഉണ്ടാവും അല്ലേ. 2 ഹുക്ക് ഓൺ ബോത്ത്
സൈഡാണുള്ളതെങ്കിൽ അതിൻ്റെ ലെങ്ത് നോക്കണം അല്ലേ. 2 ഹുക്ക് ഓൺ ബോത്ത് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതേ രീതിയിലാണ് അല്ലേ, ഇതേ രീതിയിലായിരിക്കില്ലേ ബാർ ഉണ്ടാവുക. രണ്ട് സൈഡിലും ഹുക്ക് ഉണ്ടാവും. അപ്പം ഇവിടെ എങ്ങനെയാണ്, ഈ ഒരു ടേം തന്നെയാണ് ഇതിൽ ലെങ്ത് ആയിട്ട് വരുന്നത്. അപ്പം ടോട്ടൽ ലെങ്ത് അല്ലേ, ടോട്ടൽ ലെങ്ത് എങ്ങനെയാണ്, നമ്മൾ ഈ ഒരു ഹുക്കിൻ്റെ ലെങ്ത് 90 എന്ന് കുറച്ച് തന്നെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ 2 ഹുക്ക് ഉണ്ട് അല്ലേ, അപ്പം 90 വരുന്നുണ്ട്. അപ്പം നമുക്ക് എത്രയാണ് ടോട്ടൽ ലെങ്ത് ഇവിടെ എടുക്കുക. ടോട്ടൽ ലെങ്ത് ഓഫ് 2 ഹുക്ക്ഡ് ബാർ ആണെങ്കിൽ ടോട്ടൽ ലെങ്ത് വരിക L + 9D + 9D ആയിരിക്കും അല്ലേ. എങ്ങനെയാണ് വരിക, L + 18D എന്ന് വരും. അപ്പം ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. അപ്പം നമ്മൾ ലെങ്ത് ഓഫ് 1 ഹുക്ക്ഡ് ബാർ പറഞ്ഞു, ആ ഹുക്കിൻ്റെ ലെങ്ത്തും പറഞ്ഞു, ടോട്ടൽ ലെങ്ത്തും പറഞ്ഞു. അതുപോലെ തന്നെ ബോത്ത് ഹുക്ക്ഡ് വരികയാണെങ്കിൽ അതിൻ്റെ ലെങ്ത്തും പറഞ്ഞു, അതുപോലെ തന്നെ ടോട്ടൽ ലെങ്ത്തും പറഞ്ഞു. ഇനി മൂന്നാമത്തെ ഒന്ന് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ തേർഡ് വണ്ണ് നോക്കാനുള്ളത് ഏതാണ്, തേർഡ് വണ്ണ് നോക്കാനുള്ളതാണ് ബെൻഡപ്പ് ബാർ അല്ലേ. ബെൻഡപ്പ് ബാർ, ഇപ്പം നമ്മൾ ബാറ് 1 ഹുക്കായിട്ട് കൊടുക്കുന്നത് പറഞ്ഞു, 2 ഹുക്കായിട്ട് കൊടുക്കുന്നത് പറഞ്ഞു അല്ലേ. ഇനി ബെൻഡപ്പ് ബാർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ബെൻഡപ്പ് ബാർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു നമ്മൾ ആ ഒരു ഹുക്കിൽ ബാർ കൊടുക്കുന്നതിൽ ബെൻഡ് ചെയ്ത് കൊടുക്കും അല്ലേ. അപ്പം ഇതേ രീതിയിൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ബെൻഡപ്പ് ബാർ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആക്കി കാണിച്ചു തരാം. ഇങ്ങനെ ബാർ ബെൻഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിനെയാണ് നമ്മൾ ബെൻഡപ്പ് ബാർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ആംഗിൾ തീറ്റ എന്നുള്ള രീതിയിലുണ്ടാവും. പിന്നെ ഇവിടെ ഒരു ഇത് L1, ഇവിടെ L2, പിന്നെ ഇവിടെ D എന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ് വരിക, ടോട്ടൽ ലെങ്ത് എങ്ങനെയാണ് വരിക, ടോട്ടൽ ലെങ്ത് ഈസ് ഈക്വൽ ടു L പ്ലസ് പിന്നെ അഡീഷണൽ വരുന്ന ആ ലെങ്ത് അല്ലേ, അതിനിപ്പോൾ നമ്മൾ LX എന്നിട്ട് കഴിഞ്ഞാൽ L + LX എന്നുള്ള രീതിയിൽ കിട്ടും അല്ലേ. അപ്പം അതാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. അധികം എക്സാമിന് 1 ഹുക്ക്ഡ് ബാറും അതുപോലെ തന്നെ 2 ഹുക്ക്ഡ് ബാറും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതെന്തായാലും നോക്കി വെക്കുക. പിന്നെ നമ്മളിപ്പം LX പറഞ്ഞു അല്ലെ, അഡീഷണൽ ലെങ്ത് എന്നുള്ളത് അതും എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. LX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു തീറ്റ ഇൻക്ലിനേഷൻ, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ബാർ വെച്ച സമയത്ത് ഇവിടെ ഒരു ഇൻക്ലിനേഷൻ പറഞ്ഞു അല്ലേ, ഈ ഒരു തീറ്റനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു അഡീഷണൽ ലെങ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് തീറ്റ എന്ന് പറയുന്നത് അത് ഇക്വേഷൻ വെച്ചിട്ടൊക്കെ കാണണം. അപ്പോൾ അതൊന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ആംഗിളും പറയാം അതിൻ്റെ വാല്യൂസും പറയാം. അപ്പോൾ നമുക്ക് തീറ്റ വരുന്നത് 30 ഡിഗ്രി ആണെങ്കിൽ, ഈ ഒരു ആംഗിൾ തീറ്റ വരുന്നത് 30 ഡിഗ്രി ആണെങ്കിൽ LX അല്ലേ, LX പറഞ്ഞാൽ അഡീഷണൽ ലെങ്ത് എത്രയാണ് വരിക, 0.27D ആയിരിക്കും ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് ആംഗിൾ വരുന്നത് എത്രയാണ്, തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി ആണെങ്കിൽ, 45 ഡിഗ്രി ആണെങ്കിൽ എത്രയാണ് LX വരിക, അഡീഷണൽ ലെങ്ത് വരുന്നത് 0.42D ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. പിന്നെ നമുക്ക് ഏതാണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി അല്ലേ, 60 ഡിഗ്രി വരികയാണെങ്കിൽ അഡീഷണൽ ലെങ്ത് എത്രയാണ് വരിക, 0.58D ആണെന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. അപ്പം ഇതാണ് നമുക്ക് ഈ ഒരു ബെൻഡപ്പ് ബാറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നോക്കാനുള്ളത്. പിന്നെ നമുക്ക് ലാപ്പിഡൊക്കെ പഠിക്കാനുണ്ട്, ഓവർലാപ്പിംഗ് ഒക്കെ, അതൊക്കെ നമുക്ക് ഇപ്പം സിലബസിൽ എടുത്ത് പറയാത്തതുകൊണ്ട് തന്നെ ഇത്രയും ഏരിയാസാണ് ഇവിടെ നമ്മൾ ബെൻഡപ്പ് ബാറിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരുന്നു, ബെൻഡപ്പ് ബാറിൽ നമ്മൾ 1 ഹുക്ക്ഡും 2 ഹുക്ക്ഡും അതുപോലെ തന്നെ ബെൻഡപ്പ് ബാറും പറഞ്ഞു അല്ലേ. ബെൻഡപ്പ് അല്ലെങ്കിൽ ക്രാങ്ക്ഡ് ബാറും പറഞ്ഞു. അതിൽ 1 ഹുക്ക്ഡ് ബാർ ആണെങ്കിൽ എങ്ങനെയാണ് വരിക, അതിൻ്റെ ലെങ്ത് ഓഫ് 1 ഹുക്ക് വരുന്നത് 9D ആണ്. അതുപോലെ തന്നെ ലെങ്ത് ഓഫ് 1 ഹുക്ക്ഡ് ബാർ അല്ലേ, അപ്പം ടോട്ടൽ ലെങ്ത് വരുന്നത് എത്രയാണ്, L + 9D ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് 2 സൈഡ് ഹുക്ക് വരികയാണെങ്കിലോ, 2 സൈഡ് ഹുക്ക്ഡ് ബാർ ആണെങ്കിൽ അല്ലെങ്കിൽ ഹിഞ്ച്ഡ് ബാർ എന്ന് അതിനെ പറയും, അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ
നമ്മുടെ ഹുക്കിൻ്റെ ലെങ്ത് സെയിം ആയിരിക്കും അല്ലേ, 90 തന്നെയായിരിക്കും. രണ്ട് സൈഡിലും 90 ഉണ്ട്. അപ്പോൾ ടോട്ടൽ ലെങ്ത് വരിക എത്രയാണ്? L+18D അല്ലേ, L+18D ആണ് വരിക എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ഉള്ളതാണ് ബെൻഡപ്പ് ബാർ അല്ലേ. ബെൻഡപ്പ് ബാറിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? അവിടെ ഒരു ഇൻക്ലിനേഷൻ ഉണ്ടാവും അല്ലേ. ബെൻഡപ്പ് ബാർ അല്ലെങ്കിൽ ക്രാങ്ക്ഡ് ബാർ നമ്മൾ അതിനെ പറയും. അവിടെ ആ ഒരു ഇൻക്ലിനേഷൻ ഉണ്ടാകുന്നതിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ എത്ര ഡിഗ്രിയിലാണ് ആ ഒരു ഇൻക്ലിനേഷനിൽ 30 ആണോ 45 ആണോ 60 ആണോ എന്ന് വെച്ചിട്ട് അതിൻ്റെ ഇൻക്ലിനേഷനിലെ വ്യത്യാസം അനുസരിച്ചിട്ട് അഡീഷണൽ ലെങ്ത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ടോട്ടൽ ലെങ്ത് കാണുക L+LX ആണെന്ന് പറഞ്ഞു. LX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻക്ലിനേഷൻ കാരണം ഉണ്ടാകുന്ന അഡീഷണൽ ലെങ്ത് അല്ലേ. അപ്പം LX എങ്ങനെയാണ് കാണുക? LX 30 ഡിഗ്രി ആണ് വരുന്നതെങ്കിൽ നമ്മൾ എടുക്കുക 0.27D ആണ്. അത് പ്രോബ്ലം വെച്ചിട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ LX=D/sin θ എന്നൊക്കെ പറഞ്ഞിട്ടും അങ്ങനെ ഒരു θ-D/tan θ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഇപ്പം ഞാൻ അതൊന്നും പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. അപ്പോൾ നമുക്ക് തീറ്റ തന്നിട്ടുള്ളത് 30 ആണെങ്കിൽ LX വരുന്നത് 0.27D ആണെന്ന് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ തീറ്റ വരുന്നത് 45 ഡിഗ്രി ആണെങ്കിൽ അതിൽ LX വരുന്നത് 0.42D ആണ്. അതുപോലെ ലാസ്റ്റ് തീറ്റ വരുന്നത് 60 ഡിഗ്രി ആണെങ്കിൽ LX എത്രയാണ് വരിക? 0.58D ആണെന്നും അറിഞ്ഞിരിക്കുക. അപ്പോൾ 3 നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അതിലെ ലെങ്ത്തും ടോട്ടൽ ലെങ്ത്തും ഒക്കെ പറഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം നോക്കി വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഏരിയ നോക്കാനുള്ളത് ഏതാണെന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് എർത്ത് വർക്കാണ്. മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് എർത്ത് വർക്കാണ് നോക്കാനുള്ളത്. അപ്പോൾ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് എർത്ത് വർക്കിൽ 3 മെത്തേഡ്സ് ആണ് നോക്കാനുള്ളത്. അത് നമ്മൾ സിലബസിൽ എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. 3 മെത്തേഡ്സിൽ ഫസ്റ്റ് വണ്ണാണ് മിഡ് സെക്ഷൻ ഏരിയ മെത്തേഡ്. സെക്കൻഡാണ് മീൻ സെക്ഷൻ ഏരിയ മെത്തേഡ്. തേർഡ് വണ്ണാണ് പ്രിസ്മോയിഡൽ ഫോർമുല. മെത്തേഡ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഈ ഒരു 3 മെത്തേഡും ഇമ്പോർട്ടൻ്റ് ആണ്. മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് എർത്ത് വർക്കിൽ എർത്ത് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ 3 മെത്തേഡാണ് നമ്മൾ എടുക്കുന്നത്. മിഡ് സെക്ഷൻ ഏരിയ മെത്തേഡ്, മീൻ സെക്ഷൻ ഏരിയ മെത്തേഡ്, പ്രിസ്മോയിഡൽ ഫോർമുല മെത്തേഡ്. അപ്പം ഫസ്റ്റ് നമുക്ക് മിഡ് സെക്ഷൻ ഏരിയ മെത്തേഡ് അല്ലേ. ഇവിടെ നമ്മൾ എന്തിൻ്റെ ഏരിയ ആണ് കാണുന്നത്? ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പ് ആണ് അല്ലേ. ഇപ്പോൾ നമ്മൾ റോഡിൻ്റെ ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഷേപ്പ് എടുക്കുന്നത് ട്രപ്പിസോയിഡൽ ഷേപ്പ് ആയിരിക്കും. അപ്പം ആ ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പിലാണ് നമ്മൾ ഈ ഒരു ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ മാത്രമാണ് അറിഞ്ഞിരിക്കേണ്ടത്. ജസ്റ്റ് മിഡ് സെക്ഷൻ്റെത് മാത്രം ഞാൻ ഒന്ന് പറയാം. ഇവിടെ നമുക്കിപ്പം ഈ ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക, ട്രപ്പിസോയിഡൽ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം അതിൽ നമ്മളിവിടെ D മാർക്ക് ചെയ്യുക. എന്ത് ഈ ഒരു സ്ലോപ്പ് S:1 എന്നുള്ള രീതിയിൽ കാണിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കിതിൻ്റെ ബ്രെഡ്ത്ത് ആയിരിക്കും ഉണ്ടാവുക. ഇത് എക്സ്ട്രാ അല്ലേ, SD. ഇവിടെയും SD ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇത് രണ്ടെണ്ണമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് അല്ലേ. ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് എങ്ങനെയാണ് കിട്ടുക? ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് അല്ലേ. ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. ഇവിടെ നമുക്ക് ഏരിയ കാണേണ്ടിയിട്ട് നമുക്ക് ഏരിയ ഓഫ് ട്രപ്പിസോയിഡൽ സെക്ഷനിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ BD
പ്ലസ് എസ് ഡി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതിൽ നമ്മൾ ഡെപ്ത് ഓഫ് മിഡ് സെക്ഷൻ ആണ് എടുക്കുക. ഇപ്പം ഇങ്ങനെ തീരെ അറിയാത്തവരാണെങ്കിൽ ഈ പറയുന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. അവർ ലാസ്റ്റ് പറയുന്ന ആ ഒരു ഇക്വേഷൻ മാത്രമെങ്കിലും ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഡെപ്ത് ഓഫ് മിഡ് സെക്ഷൻ ആണല്ലോ ഇവിടെ എടുക്കുന്നത്. ഡെപ്ത് ഓഫ് മിഡ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d1 പ്ലസ് d2 ഡിവൈഡഡ് ബൈ 2 അല്ലേ. അതായിരിക്കും നമ്മൾ എടുക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ ഡി എം എന്ന് ഉള്ളൊരു ടേം കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടുക എങ്ങനെയാണ്? ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് എക്സ്കവേഷൻ BDM പ്ലസ് SDM സ്ക്വയർ ഇൻറ്റു ലെങ്ത് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻ. BDM പ്ലസ് SDM സ്ക്വയർ ഇൻറ്റു ലെങ്ത്. ഇതാണ് ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്കിൻ്റെ ഇക്വേഷൻ വരുന്നത്. അതിൽ ഏരിയ മാത്രം നോക്കുകയാണെങ്കിൽ എത്രയാണ്? ഏരിയ ഈസ് ഈക്വൽ ടു BDM പ്ലസ് SDM സ്ക്വയർ ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത് മിഡ് സെക്ഷണൽ ഏരിയ മെത്തേഡാണ് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് മീൻ സെക്ഷണൽ ഏരിയ മെത്തേഡാണ്. സെക്കൻഡ് വൺ മീൻ സെക്ഷണൽ ഏരിയ മെത്തേഡാണ്. മീൻ സെക്ഷണൽ ഏരിയ മെത്തേഡിൽ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ മീൻ സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 പ്ലസ് A2 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BD1 പ്ലസ് SD1 സ്ക്വയർ, A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BD2 പ്ലസ് SD2 സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് എങ്ങനെ കിട്ടും? AM ഇൻറ്റു L എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് മീൻ സെക്ഷണൽ ഏരിയ മെത്തേഡിലും ഏരിയ ഈസ് ഈക്വൽ ടു AM ആണ് ഈസ് ഈക്വൽ ടു A1 പ്ലസ് A2 ഡിവൈഡഡ് ബൈ 2 അല്ലേ. ഏരിയ 1 പ്ലസ് ഏരിയ 2 ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യുക. പിന്നെ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് കാണുകയാണെങ്കിൽ AM ഇൻറ്റു ലെങ്ത് ആണ് വരിക. അപ്പം AM ഇൻറ്റു ലെങ്ത് ആണ് വരിക. അപ്പോൾ ഇതാണ് ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് കാണാനുള്ളത്. പിന്നെ ഏരിയ ഓഫ് AM അല്ലേ. ഇവിടെ A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? A1 ഈസ് ഈക്വൽ ടു BD1 പ്ലസ് SD1 സ്ക്വയർ ആണ്. A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BD2 പ്ലസ് SD2 സ്ക്വയർ ആണെന്നുള്ളതും ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ 2 മെത്തേഡ് പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് തേർഡ് വണ്ണാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന്. തേർഡ് വണ്ണ് വരുന്നത് ഏതാണ്? പ്രിസ്മോയിഡൽ ഫോർമുല മെത്തേഡ് അല്ലേ. പ്രിസ്മോയിഡൽ ഫോർമുല മെത്തേഡാണ്. പ്രിസ്മോയിഡൽ ഫോർമുല മെത്തേഡിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇതിൽ നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് എങ്ങനെയാണ് കാണുക? ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് ഈസ് ഈക്വൽ ടു L/6 ഇൻറ്റു A1 പ്ലസ് A2 പ്ലസ് 4AM ആണ്. 4AM. A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BD1 പ്ലസ് SD1 സ്ക്വയർ ആണ്. A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BD2 പ്ലസ് SD2 സ്ക്വയർ ആണ്. AM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? A1 പ്ലസ് A2 ഡിവൈഡഡ് ബൈ 2 ആണ് അല്ലേ. അപ്പം DM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D1 പ്ലസ് D2 ഡിവൈഡഡ് ബൈ 2 ആണ് വരുന്നത്. അപ്പോൾ അതാണ് ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് ഇൻ പ്രിസ്മോയിഡൽ ഫോർമുല വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നമ്മൾ പറയുകയാണെങ്കിൽ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് എർത്ത് വർക്കിലെ എർത്ത് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ 3 മെത്തേഡ്സ് ആണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. മിഡ് സെക്ഷണൽ ഏരിയ മെത്തേഡ്, മീൻ സെക്ഷണൽ ഏരിയ മെത്തേഡ്, പ്രിസ്മോയിഡൽ ഫോർമുല മെത്തേഡ്. ഇതിൽ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിസ്മോയിഡൽ ഫോർമുല മെത്തേഡ് ആണ് എന്നുള്ളത് പറയാൻ പറ്റണം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഓരോന്നിൻ്റെയും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ മിഡ് സെക്ഷണൽ ഏരിയ മെത്തേഡ് ആണെങ്കിൽ അതിൻ്റെ ഏരിയ കാൽക്കുലേഷൻ വരുന്നത് എങ്ങനെയാണ്? ഏരിയ കാൽക്കുലേഷൻ വരുന്നത് BD പ്ലസ് SD1 സ്ക്വയർ ആണ്, അല്ലെങ്കിൽ BD പ്ലസ് SD2 സ്ക്വയർ ആണ് വരുന്നത്. മറിച്ച് നമുക്ക് DM കൂടെ കാണാം. DM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഡെപ്ത് അല്ലെങ്കിൽ അതിൻ്റെ മീൻ ഡെപ്ത് അല്ലേ. അപ്പം എത്രയാണ് ഡെപ്ത് ഓഫ് മിഡ് സെക്ഷൻ വരിക? D1 പ്ലസ് D2 ഡിവൈഡഡ് ബൈ 2 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് അല്ലേ. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BDM പ്ലസ് SDM സ്ക്വയർ നമ്മൾ പറഞ്ഞു. ഇൻറ്റു ലെങ്ത്തും കൂടെ ചെയ്ത് കഴിഞ്ഞാലാണ് ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് കിട്ടുക അല്ലേ. അപ്പം ഏരിയ കാണാനുള്ളത് BDM പ്ലസ് SDM സ്ക്വയർ ആണെന്നുള്ളതും, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് കാണാനാണെങ്കിൽ BDM പ്ലസ് SDM സ്ക്വയർ ഇൻറ്റു ലെങ്ത് ആണെന്നുള്ളതും കൂടെ ഓർക്കാം. പിന്നെ നമ്മൾ സെക്കൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്
മീൻ സെക്ഷണൽ ഏരിയ മെത്തേഡിൽ എങ്ങനെയാണ് D1 D2 ഡെപ്ത് ആയിട്ട് എടുക്കും, അതുപോലെ തന്നെ A1 A2 ഏരിയ ആയിട്ട് എടുക്കും. അങ്ങനെയാണെങ്കിൽ A1 ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ A1 കാണാൻ BDM പ്ലസ് ST1 സ്ക്വയർ ആണ്. അതുപോലെ തന്നെ A2 കാണാൻ BD2 പ്ലസ് ST2 സ്ക്വയർ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ മീൻ ഏരിയ ഈസ് ഈക്വൽ ടു AM എന്നുള്ളത് A1 പ്ലസ് A2 ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് നമുക്ക് എങ്ങനെ കിട്ടും? AM ഇൻറ്റു ലെങ്ത് ആണ് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. അതാണ് മീൻ സെക്ഷണൽ ഏരിയ മെത്തേഡ്. രണ്ടിൻ്റെയും കൂടെ മീൻ കണ്ടിട്ട് ചെയ്യുന്നത് അല്ലേ, അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. പിന്നെ തേർഡ് വൺ എന്താണ്? പ്രിസ്മോയിഡൽ മെത്തേഡ് അല്ലേ. പ്രിസ്മോയിഡൽ ഫോർമുല മെത്തേഡാണ്. എക്യുറേറ്റ് മെത്തേഡ് നമ്മൾ പറഞ്ഞു. അതിൽ ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് കാണുക എങ്ങനെയാണ്? L/6 ഇൻറ്റു A1 പ്ലസ് A2 പ്ലസ് 4AM ആണ്. A1 BD1 പ്ലസ് ST1 സ്ക്വയർ ആണ്. A2 എന്ന് പറയുന്നത് BD2 പ്ലസ് ST2 സ്ക്വയർ ആണ്. DM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D1 പ്ലസ് D2 ഡിവൈഡഡ് ബൈ 2 ആണ്. പിന്നെ AM എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ A1 പ്ലസ് A2 ഡിവൈഡഡ് ബൈ 2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് എങ്ങനെയാണ് പ്രിസ്മോയിഡൽ ഫോർമുലയിൽ കാണാം? L/6 ഇൻറ്റു A1 പ്ലസ് A2 പ്ലസ് 4AM എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഓൾമോസ്റ്റ് എസ്റ്റിമേഷനിൽ നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിലും അധികവും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു 4 ക്ലാസ്സിലായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടും പഠിക്കുക. അതുപോലെ തന്നെ അതിലുള്ള മാക്സിമം ക്വസ്റ്റ്യൻസും കൂടെ വർക്കൗട്ട് ചെയ്യുക. നമുക്ക് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റ് പോലെയാണ് അല്ലേ. പക്ഷെ അതിൽ രണ്ടിനും ഈക്വൽ അല്ല. അധികവും നമുക്ക് തിയറിയാണ് ചോദിച്ചു വരാറുള്ളത്, പക്ഷെ നമുക്ക് പ്രോബ്ലംസും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വെയിറ്റേജ് കൊടുത്ത് തന്നെ പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുമാണ് അല്ലേ. നമുക്ക് ഒരുപാടൊന്നും പഠിക്കാനില്ല. അപ്പം ഈ ഒരു പഠിച്ച കാര്യങ്ങൾ തന്നെ നമുക്ക് ഒന്ന് സെറ്റാക്കി വെച്ചാൽ മതി അടുത്ത എക്സാമിലേക്കൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ. അപ്പം കറക്റ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സ്പീഡ് കൂടി പോയിട്ട് ഡൗട്ട് എങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നമ്മൾ എസ്റ്റിമേഷൻ്റെ ക്ലാസ്സിൽ അങ്ങനെ 6 മൊഡ്യൂൾസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് 7th മൊഡ്യൂൾ വരുന്നത് ഇറിഗേഷൻ ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇറിഗേഷൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ട് വരിക കേട്ടോ. നിങ്ങൾ കറക്റ്റ് കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നിരിക്കുകയാണെങ്കിൽ ഞാൻ ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതുപോലെ തിയറിയൊക്കെ പറഞ്ഞു പോകുമ്പം ചിലപ്പോൾ ഒരു മടുപ്പുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒന്നിക്കലും നിങ്ങൾ പഠിച്ചിട്ട് വന്ന് ക്ലാസ്സിൽ ഇങ്ങനെ ആക്റ്റീവായിട്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ബുക്സ് എന്തെങ്കിലും ഒരു ഷോർട്ട് നോട്ട് എടുത്തിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ആ ഷോർട്ട് നോട്ടിലേക്ക് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ക്ലാസ് ശ്രദ്ധിക്കും അല്ലേ. ജസ്റ്റ് വീഡിയോ പ്ലേ ചെയ്തിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മളെ മൈൻഡ് ഡൈവേർട്ടായി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. കറക്റ്റ് മൈൻഡിൽ കോൺസെൻട്രേഷനൊക്കെ കൊണ്ടുവന്ന് കറക്റ്റ് നല്ല രീതിയിൽ എല്ലാവർക്കും പഠിക്കാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. ഓരോ എക്സാംസ് വരുന്ന സമയത്തും അതിനുള്ള നിങ്ങൾക്ക് പറ്റുന്ന മാക്സിമം എഫേർട്ട് ഇടുക. അതിന് റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.